ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ 100K ആയിട്ടുണ്ട്. അപ്പം കന്യാകുമാരിയിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ എനിക്കിത് തുറന്ന് കാണാമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വന്നത് തന്നെ ഈ പ്ലേ ബട്ടൺ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം ആട്ടോ ഈ പ്ലേ ബട്ടൺ വന്നത്. വീട്ടുകാരെല്ലാം പൊട്ടിച്ച് കണ്ടു, പക്ഷെ ഞാനിപ്പോഴാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കണ്ടാലോ? അങ്ങനെ ഫൈനലി നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയൊക്കെയാണ് കേട്ടോ. പേരൊക്കെ ഫുഡ് ഫെയറി വിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഹെൽപ്പില്ലാന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഏതായാലും ഒത്തിരി നന്ദിയുണ്ടോ കേട്ടോ എല്ലാവർക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ചാനൽ പെട്ടെന്നായിരുന്നു ഗ്രോത്ത് ഒക്കെ. 2014-15 ആ കാലഘട്ടം മുതലേ ഞാൻ സ്കൂളിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയം മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചാനൽ തുടങ്ങാൻ കേട്ടോ. അന്നൊന്നും അധികം യൂട്യൂബേഴ്സൊന്നും ഇല്ല, പക്ഷെ എല്ലാവരും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഫേസ് ഒന്നും കാണിച്ചിട്ട് വീഡിയോസ് ഇടണ്ട, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു മൈൻഡാണ്. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ആദ്യം ചാനലിൻ്റെ പേര് എന്തുവായിരുന്നു അറിയോ? വിസ്മു ദ എക്സ്പ്ലോറർ എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടു. പിന്നെ ഞാൻ ടിക്ടോക്കിലുണ്ടായിരുന്നു. അപ്പോൾ ടിക്ടോക്കിലാണെങ്കിൽ 10K ആകുമ്പോഴത്തേനും എന്തായാലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും, അങ്ങനത്തേക്കുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് 10K ആയി, 15K ആയി. എന്നിട്ട് പോലും ഞാൻ ചാനൽ ഒന്നും തുടങ്ങിയില്ല, കാരണം വീട്ടുകാർ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വാശി പിടിച്ച് ചാനലൊക്കെ അങ്ങ് തുടങ്ങി. പക്ഷേ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടത്തില്ല, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അങ്ങനെ. അതായത് അന്ന് ഷോർട്ട് വീഡിയോസ് ഇല്ല, ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടത്. എന്നിട്ട് ഞാൻ ഒരു സമയത്ത് അതെല്ലാം ഡിലീറ്റ് ചെയ്തും കളഞ്ഞു. പിന്നെ ഞാൻ ഒരു 2021-22 ഞാൻ ചാനൽ വീഡിയോ ഇടാം, ലോങ് വീഡിയോ ഇടാം എന്ന് തോന്നിയിട്ട് ചാനലിൻ്റെ നെയിം മാറ്റിയിട്ട് ഫുഡ് ഫെയർ വിച്ചു എന്നായി. കാരണം ഫുഡിനോട് പാഷൻ ഉണ്ടായിരുന്നു, പക്ഷേ സെയിം ടൈം എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഫുഡിൻ്റെ വീഡിയോസൊക്കെ, കുക്ക് ചെയ്യുന്ന വീഡിയോസും അങ്ങനെയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്ന ഓരോ സാധനങ്ങളുടെ റിവ്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പ്രോപ്പറായിട്ട് എൻ്റെ ഡ്രീമിലോട്ട് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. ദൈവം സഹായിച്ച് കുറച്ച് കൺട്രീസിലൊക്കെ പോകാൻ പറ്റി. മുന്നേയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ട്രാവൽ വീഡിയോസ്. അതിനോടൊപ്പം തന്നെ ഫുഡും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം എനിക്ക് ഇനി എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ പുറത്ത് രാജ്യങ്ങളൊക്കെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യലൊക്കെ ട്രൈ ചെയ്ത് പിന്നെ അത് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അങ്ങനത്തേക്കുള്ളൊരു വേയിൽ കൊണ്ടുപോകണം ഈ ചാനൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ശരിക്കും പറയാൻ എനിക്ക് എന്താ പറയാനാ, ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു ഹെൽപ്പില്ലാണെങ്കിൽ എനിക്ക് എന്തായാലും ഈ സംഭവത്തെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ 100K ആവാനായിട്ട് എന്നെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതായിട്ട് ഒത്തിരി സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ആരൊക്കെയെന്ന് പറയുന്നത് അങ്ങനെ ലിസ്റ്റ് നീണ്ടു പോകും. ശരിക്കും വീഡിയോസൊക്കെ എനിക്ക് ഒത്തിരി ആൾക്കാർ എടുത്തു തന്നിട്ടുണ്ട്. അപ്പം അതൊന്നും അത്ര ഈസി അല്ല. അപ്പം എനിക്കാണ് വേറൊരാൾക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 1 ടേക്കായി 2 ടേക്കായി 3 ടേക്കായി ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും ഇങ്ങനെ ക്ഷമയോടെ എല്ലാം ഇങ്ങനെ എടുത്തുതരാൻ എൻ്റെ പിൻബലമായിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരില്ലെങ്കിലും എനിക്ക് ഈ ചാനൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഫിനാൻഷ്യലി തന്നെയാണെങ്കിലും എൻ്റെ വീട്ടുകാരുടെയൊക്കെ കാശ് ഒത്തിരി ഞാനിതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കണമല്ലോ. അവരൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ അവസാനമായപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ചാനൽ തുടങ്ങുവാണെന്നൊന്നും. പിന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ആൾക്കാർ അമ്മയുടെ പപ്പയോടൊക്കെ ചോദിക്കുന്ന സമയത്താണ് അവർ തന്നെ അറിയുന്നത്. അപ്പുറത്തെ ആൻറ്റിമാരൊക്കെ ചോദിക്കുന്നുണ്ട്, മോളെ യൂട്യൂബിൽ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം എൻ്റെ വീട്ടുകാരുടെയൊക്കെ സന്തോഷം കാണുന്നതല്ലേ എൻ്റെ സന്തോഷം ശരിക്കും. അപ്പം എല്ലാവരും ഇപ്പോൾ നല്ല രീതിക്ക് നല്ല കമൻസ് ഒക്കെ പറയുന്ന കാരണം വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.